തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായ്ക്കളുടെ ശല്യമാണ്. രണ്ടുപേരെ നായ കടിച്ച സംഭവമുണ്ടായി. നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നിലധികം തവണ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പറയുന്നു. പാതയോരങ്ങളിലും ഇടവഴികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡിലും മാത്രമല്ല ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും തെരുവ് നായ്ക്കളുടെ വിളയാട്ടമാണ്. സംഭവമാണിത്. സ്റ്റേഷനിലെത്തുന്ന നിരവധി യാത്രക്കാരാകട്ടെ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച അതിനുദാഹരണമാണ്. മര്യാദയ്ക്ക് ഒന്ന് ഇരിപ്പിടങ്ങളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. കാൽച്ചുവട്ടിലും നായ്ക്കൾ തമ്പിടിച്ച് കിടക്കുന്നു. ട്രെയിനൊന്നെത്തിയാൽ അറിയാതെ ഒന്ന് എണീറ്റാൽ അബദ്ധത്തിൽ നായയൊന്ന് ചവിട്ടിയാൽ കടിക്കുന്ന അവസ്ഥ. മിക്ക പ്ലാറ്റ്ഫോമുകളിലും നായ്ക്കളുടെ ശല്യം. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണത്രേ ഏറ്റവും കൂടുതൽ നായ്ക്കളെ കാണാറുള്ളത്. ട്രെയിൻ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ഇവയുടെ ശല്യം ഏറെയായിട്ടുണ്ട്. രണ്ടുപേരെ നായ കടിച്ച സംഭവമുണ്ടായി. ട്രെയിൻ ഇറങ്ങുന്നതിനിടെ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീക്കും പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച ഒരു പുരുഷനുമാണ് നായയുടെ കടിയേറ്റത്. പിന്നീട് ഇവർ വാക്സിനേഷൻ എടുക്കുകയായിരുന്നു. യാത്രക്കാർ പോകുന്ന നടപ്പാലത്തിലും റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലും ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തും നായ്ക്കളുടെ ശല്യം കൂടി വരുന്നു. പ്ലാറ്റ്ഫോമിലെ മേൽക്കുരയ്ക്ക് മുകളിൽ പോലും തെരുവ് നായ്ക്കൾ സഞ്ചരിക്കുന്ന അവസ്ഥയാണിവിടെ. 2 മാസത്തിനിടെ നിരവധി പേരെ നായ ആക്രമിച്ചതായാണ് വിവരം. നായ്ക്കളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്കും ആരോഗ്യ വിഭാഗത്തിനും നേരത്തെ കത്ത് നൽകിയതാണെന്ന് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പറയുന്നു. സത്വര നടപടികൾ എത്രയും വേഗം ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ.